അതായത് ട്രെൻഡ് മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക, ട്രെൻഡിനെതിരെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇനി ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രൈസ് ചാർട്ടിലേക്കാണ്. പ്രധാനമായും 3 തരത്തിലുള്ള ട്രെൻഡ്സ് ആണുള്ളത്. ഒരു റൈറ്റ് ഡിസിഷൻ അത് റൈറ്റ് ടൈമിൽ എടുത്താൽ മാത്രമേ റൈറ്റ് ഡിസിഷനായി മാറൂ. അതേ റൈറ്റ് ഡിസിഷൻ ഒരു റോങ് ടൈമിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു റോങ് ഡിസിഷനായി മാറാം. സ്റ്റോക്ക് മാർക്കറ്റിലും പ്രത്യേകിച്ച് ട്രേഡിംഗിലും ഇത് 100% സത്യമാണ്. കാരണം വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ഫിൻബർഗ് ഇൻസൈറ്റ്സ്. ദിസ് ഈസ് റൊണാൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങണം എന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം തുടർന്ന് ഈ വീഡിയോ കാണുവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആ ഷെയർ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ ശരിയായ സമയത്ത് എൻട്രി ചെയ്യുന്നതും ശരിയായ സമയത്ത് എക്സിറ്റ് ചെയ്യുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. അതായത് കഴിയുന്നത്ര നല്ലൊരു പ്രൈസിൽ എൻട്രി ചെയ്യുകയും അനുയോജ്യമായ നല്ലൊരു സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ ട്രേഡിൽ നിന്ന് പരമാവധി ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ റൈറ്റ് ടൈമിംഗ് എങ്ങനെ കണ്ടെത്തും? അതിനായിട്ട് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ്സ്, ചാർട്ട്സ്, വോളിയം തുടങ്ങിയ മാർക്കറ്റ് ഡേറ്റയെ വിശകലനം ചെയ്യുന്ന ആ സ്റ്റഡിയെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പാസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ്സ് നോക്കി ഭാവിയിൽ പ്രൈസ് എങ്ങനെയായിരിക്കാം എന്ന് പ്രോബബിലിറ്റി അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണിത്. ഇനി ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രൈസ് ചാർട്ടിലേക്കാണ്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അത് ലിസ്റ്റ് ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ അതിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കംപ്ലീറ്റ് ഹിസ്റ്ററി തരുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത്. ഈ ചാർട്ട്സ് കാണാനും അനലൈസ് ചെയ്യാനും ഒക്കെ ട്രേഡേഴ്സ് വേൾഡ് വൈഡ് ആയി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് tradingview.com. അതുപോലെ ഈ പ്രൈസ് ചാർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടുകളാണ്. ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും ഒരു നിശ്ചിത സമയത്തിനുള്ളിലെ പ്രൈസ് മൂവ്മെന്റ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തതായി മാർക്കറ്റ് ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം. പ്രധാനമായും 3 തരത്തിലുള്ള ട്രെൻഡ്സ് ആണുള്ളത്. അപ് ട്രെൻഡ്, പ്രൈസ് മുകളിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മൾ അതിനെ അപ് ട്രെൻഡ് എന്ന് പറയുന്നു. ഡൗൺ ട്രെൻഡ്, പ്രൈസ് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നു. സൈഡ് വേസ് ട്രെൻഡ്, പ്രൈസ് മൂവ്മെന്റിന് വലിയ മാറ്റമൊന്നുമില്ലാതെ ഒരേ റേഞ്ചിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സൈഡ് വേസ് ട്രെൻഡ് എന്നാണ് പറയുന്നത്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന ട്രേഡിംഗിൽ ഒരു ക്ലാസിക് പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. അതായത് ട്രെൻഡ് മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക, ട്രെൻഡിനെതിരെ ട്രേഡ് ചെയ്യാതിരിക്കുക. അടുത്തതായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, നമ്മൾ ഒരു ബോൾ അത് ഫ്ലോറിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? അത് ബൗൺസ് ചെയ്ത് തിരികെ വരും. ആ ഫ്ലോർ ആണ് ഇവിടെ സപ്പോർട്ട്. മാർക്കറ്റിൽ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയാൽ ബയേഴ്സ് ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ആ ലെവലിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ലെവലിൽ പ്രൈസ് സപ്പോർട്ട് ലഭിച്ച ശേഷം ഒന്ന് ബൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ്. നമ്മൾ ഈ ബോൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് സീലിംഗിൽ തട്ടി താഴേക്ക് വരും. ഇവിടെ ആ സീലിംഗ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയാൽ അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ട് പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ആ ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തതായി വോളിയം. നമ്മൾ പ്രൈസ് മാത്രം നോക്കിയാൽ പോരാ, ആ പ്രൈസ് മൂവ്മെന്റിന് പിന്നിൽ എത്ര ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നും കൂടി നോക്കണം. ആ പർട്ടിക്കുലർ പ്രൈസ് മൂവ്മെന്റിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ പ്രൈസ് മൂവ്മെന്റിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വോളിയം നമ്മളെ സഹായിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കമ്പനിയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ, ഗവൺമെന്റ് പോളിസീസ്, ഗ്ലോബൽ ഇവന്റ്സ്, എക്കോണമിക് കണ്ടീഷൻസ് എന്നിങ്ങനെ പല കാര്യങ്ങളും ആ കമ്പനിയുടെ ഷെയർ പ്രൈസിനെ ബാധിക്കാം. അതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് റിസ്ക് കുറയ്ക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്, ഗ്യാരണ്ടി അല്ല. ഇനി നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ പ്രൈസ് ചാർട്ട് റീഡ് ചെയ്യുന്നു, എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, അതുപോലെ എന്താണ് ടൈം ഫ്രെയിം, ഒരു ചാർട്ട് കണ്ടാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഒരു ബിഗിനർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കാം അടുത്ത വീഡിയോയിൽ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.